കേരളത്തിലെ കോൺഗ്രസിന്റെ അസംബ്ലി മണ്ഡലത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തു വരാൻ വൈകുന്നതിൽ ശ്രീ കെ സുധാകരൻ ഉയർത്തിയ ചില ആവശ്യങ്ങൾ ചില പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇത്തരം സംഭവങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ സ്വാഭാവികമായി ഉയർന്നു വരാറുണ്ട് എന്ന് നമുക്കറിയാം. അതിനെയൊക്കെ മറികടന്നുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ കോൺഗ്രസ് പലപ്പോഴും ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൊയ്തെടുത്തതും. എങ്കിലും കേരളത്തിലെ ശ്രീ കെ സുധാകരൻ ഉയർത്തിയ സമാനമായ ചില പ്രതിസന്ധികൾ ആസാമിൽ വലിയ ചില പൊട്ടിത്തെറികളിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ആസാമിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം കേരളത്തോട് സമാനമാണെന്ന് പറയാൻ പല കാരണങ്ങളുമുണ്ട്. കേരളത്തെ പോലെ, ഒരുപക്ഷെ കേരളത്തെക്കാൾ ന്യൂനപക്ഷങ്ങൾക്ക് വ്യക്തമായ സ്വാധീനമുള്ള സംസ്ഥാനമാണ് ആസാം. അവിടുത്തെ മുസ്ലിം സമൂഹം ആകെ ജനസംഖ്യയിൽ 34% വരും. അങ്ങനെയുള്ള ആസാമിൽ കോൺഗ്രസിന് വലിയ അടിത്തറ ഉണ്ടായിരുന്ന സംസ്ഥാനത്ത് 2016 മുതൽ തുടർച്ചയായി BJP ആണ് ഭരണം നടത്തുന്നത്. എന്ന് മാത്രമല്ല, നിലവിലുള്ള BJPയുടെ മുഖ്യമന്ത്രി ശ്രീ ഹേമന്ത് ബിശ്വ ശർമ്മ കോൺഗ്രസ് വിട്ട് BJPയിലെത്തിയതിനു ശേഷം, മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള പല പ്രസ്താവനകളും സമീപനങ്ങളും വലിയ തരത്തിൽ മിയ വിഭാഗം മുസ്ലിങ്ങൾക്കെതിരായി വളരെ അപകടകരമായ ചില സന്ദേശങ്ങൾ നൽകിയുണ്ടായി. കുറെ ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പ്രതീകാത്മകമായി മിയ മുസ്ലിങ്ങളെ വെടിവെക്കുന്ന ഒരു വീഡിയോ വലിയ കോലാഹലമാണ് രാജ്യത്താകെ സൃഷ്ടിച്ചത്. ചുരുക്കത്തിൽ ആസാമിൽ 2016 മുതൽ തുടർച്ചയായി കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അത് ആസാമിലെ ജനങ്ങളുടെ ഇടയിൽ തന്നെ ഭീതി വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇതാ ശ്രീ കെ സുധാകരനെ ഓർമ്മിപ്പിക്കും വിധം കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഉണ്ടാക്കുന്നതിന്റെ പ്രധാന ഉത്തരവാദിയായിരുന്ന ശ്രീ പ്രദ്യുത് ബർദോളി ഇതാ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നിരിക്കുന്നു. ശ്രീ കെ സുധാകരനെ പോലെ MP-മാർക്ക് MLA-മാരെ മത്സരിക്കേണ്ടതില്ല എന്നൊരു പൊതുധാരണ ആസാമിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് MP-ആയ തനിക്ക് MLA-ആയി മത്സരിക്കണം എന്ന് വാശി പിടിച്ചുകൊണ്ട് അദ്ദേഹം കോൺഗ്രസിനെ ഉപേക്ഷിച്ച് BJPയിലേക്ക് ചേക്കേറിയിരിക്കുന്നത്. ചില മാസങ്ങൾക്ക് മുമ്പാണ് ആസാം കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ഭുപൻ കുമാർ BJPയിലേക്ക് കോൺഗ്രസ് വിട്ട് ചേക്കേറിയത്. ചുരുക്കത്തിൽ കേരളത്തെ പോലെ തന്നെ ആസാമിലെ പ്രതിപക്ഷ നേതാവായി മാത്രം ചുരുങ്ങിയ കോൺഗ്രസ് പാർട്ടി മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിലും പരാജയത്തിലേക്ക് പോകേണ്ടി വന്നാൽ അത് ആസാമിലെ കോൺഗ്രസിന് മാത്രമല്ല, ആ മതനിരപേക്ഷ ആസാമിൻ്റെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലും വലിയ ഉത്കണ്ഠ ഉണ്ടാക്കും എന്നിരിക്കെ കോൺഗ്രസിനുള്ളിലെ അധികാര തർക്കങ്ങൾ BJPയിലേക്ക് ആളെ കൂട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു. ഇതേ സാഹചര്യം ഒരുപക്ഷെ കേരളത്തിൽ അത്ര തീവ്രമായി മാറുന്നില്ല എങ്കിൽ പോലും കോൺഗ്രസിനുള്ളിലെ അധികാരത്തിന് വേണ്ടിയുള്ള ഇത്തരം കോലാഹലങ്ങൾ കോൺഗ്രസിനെ അധികാരത്തിലേറ്റാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളിൽ വലിയ നിരാശ ഉണ്ടാക്കുമെന്ന് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ തിരിച്ചറിയണം. കേരളത്തിലെ കെ സുധാകരൻ ഒരുപക്ഷെ കോൺഗ്രസ് വിടില്ല എങ്കിൽ പോലും ശ്രീ കെ സുധാകരനെ പോലെ ആസാമിൽ MP-ആയ ഒരാൾ MLA ആയി മത്സരിക്കണം എന്ന് വാശി പിടിക്കുകയും അദ്ദേഹം കോൺഗ്രസ് വിടുകയും ചെയ്യുമ്പോൾ ആസാമിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാകുന്ന ആഘാതം ഇന്ത്യൻ മതനിരപേക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കുള്ള ആഘാതമായി ഉത്തരവാദിത്തപ്പെട്ടവർ തിരിച്ചറിയട്ടെ.